ഉമ്മയ്ക്ക് തന്റെ കുട്ടിയോടുള്ള വാത്സല്യത്തെക്കാൾ കാരുണ്യത്തെക്കാൾ എത്രയോ 10 മടങ്ങ് വലിപ്പമുള്ളതാണ് സൃഷ്ടാവിന് സൃഷ്ടിയോടുള്ള കാരുണ്യം. അതുകൊണ്ടാണ് ഈ ഭൂമിയും ആകാശവും പ്രപഞ്ചങ്ങളുമെല്ലാം നമുക്ക് അല്ലാഹു അനുകൂലമാക്കി തന്നത്, എല്ലാം കീഴ്പ്പെടുത്തി തന്നത്. അത് അല്ലാഹു നമ്മളോട് കാണിക്കുന്ന വലിയ കാരുണ്യം. എഴുന്നേറ്റ് നിൽക്കാൻ കഴിയുന്നത്, കാണാൻ കഴിയുന്നത്, കേൾക്കാൻ കഴിയുന്നത്, സംസാരിക്കാൻ കഴിയുന്നത്, നേരെ ചൊവ്വേ മലമൂത്ര വിസർജനം നടത്താൻ കഴിയുന്നതെല്ലാം സൃഷ്ടാവ് നമ്മളോട് ചെയ്യുന്ന വലിയ കാരുണ്യമാണ്. എന്തിനേറെ പറയണം, ഈ പരിശുദ്ധമായ റമളാൻ നമുക്ക് തന്നത് അവൻ നമ്മളോട് കാണിക്കുന്ന ഏറ്റവും വലിയ കാരുണ്യമാണ്. റമളാനും കൂടെ ഇല്ലായിരുന്നെങ്കിലുള്ള അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്കിയേ. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങളുടെ അടുക്കലേക്ക് ഒരു യുദ്ധ തടവുകാരെ ഇങ്ങനെ കൊണ്ടുവരുന്ന ഘട്ടത്തിൽ ആ തടവുകാർക്കിടയിൽ ഒരു ഉമ്മയുണ്ടായിരുന്നു. ഉമ്മയുടെ കയ്യിലുണ്ടായിരുന്ന കുഞ്ഞിനെ നഷ്ടപ്പെട്ടു പോയി, കാണാനില്ല. അങ്ങനെ ഉമ്മ ഇങ്ങനെ പരക്കം പായുകയാണ് തന്റെ കുഞ്ഞിനെ തേടി. അവസാനം തന്റെ കുഞ്ഞിനെ കണ്ടുകിട്ടി. ആ കുട്ടിയെ കണ്ടുകിട്ടിയ സന്തോഷത്തിൽ ഉമ്മ കുട്ടിയെ മടിയിലിരുത്തി പാലൂട്ടുകയാണ്, ചുടുചുംബനങ്ങൾ അർപ്പിക്കുകയാണ്. റസൂലുള്ള സഹാബത്തിനെ വിളിച്ചിട്ട് പറഞ്ഞു, സഹാബാ, ആ ഉമ്മക്ക് തന്റെ കുട്ടിയോടുള്ള കാരുണ്യത്തെക്കാൾ, വാത്സല്യത്തെക്കാൾ, സ്നേഹത്തെക്കാൾ എത്രയോ ഇരട്ടി വലിപ്പമാണ് സൃഷ്ടാവായ അല്ലാഹുവിന് നമ്മളോടുള്ള കാരുണ്യം, വാത്സല്യം, സ്നേഹം. അതുകൊണ്ടാണ് നമുക്ക് റമളാൻ തന്നത്. അല്ലെങ്കിൽ നമ്മുടെയൊക്കെ അവസ്ഥ ആലോചിച്ചു നോക്ക്, നമ്മൾ എവിടെയോ കിടക്കേണ്ടവരാ. നരകത്തിന്റെ ഏറ്റവും അടിത്തട്ടിലായിരിക്കും. റബ്ബ് നമ്മളെ കാത്തിരക്ഷിക്കട്ടെ.